ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ രണ്ടാമത്തെ വട്ടമാണ് പൊങ്കാലയിടണം. പിന്നെ അപ്പേരോടെയും ഫാമിലിയോടെയൊക്കെ ഇടാൻ പറ്റുന്ന സന്തോഷം. ഇനി അങ്ങോട്ടേക്ക് നല്ലൊരു ലൈഫ് വേണം. ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടല്ല, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം നമ്മളന്ന് അവിടെ ഇട്ടില്ലേ. ആദ്യം ഇവിടെ ട്രിവാൻഡ്രം വന്ന ആ ടൈമിൽ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടു, ഇപ്രാവശ്യം ഇടാനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ ലൊക്കേഷനിൽ ഈ ദിവസം ഷൂട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടുപ്പിച്ചിരുന്നു. പക്ഷെ എന്തോ ഷൂട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, ഫാമിലിയുടെ കൂടെ മക്കള്, ഏട്ടൻ, അമ്മ, അപ്പ എല്ലാരും കൂടി ഇടാൻ വേണ്ടി സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. എന്താണ്, എനിക്കൊരു നല്ല ലൈഫ് കിട്ടിയ ആ സമയത്ത് തന്നെ 4 മാസം കഴിഞ്ഞപ്പോ തന്നെ പൊങ്കാല. സന്തോഷം. പ്രാർത്ഥനയുണ്ടല്ലോ, എപ്പോഴും പ്രാർത്ഥനയുള്ളൂ. അമ്മ നമ്മുടെ സങ്കടങ്ങളൊക്കെ അല്ലെ, നമ്മുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് പൊങ്കാല ഇടുന്നത്. അപ്പൊ ദേവിക്ക് വേണ്ടി സമർപ്പിച്ചു. ഓ ആ എത്രാമത്തെ വർഷമായി ചേച്ചി വരാൻ തുടങ്ങിയിട്ട്? ഒരുപാട് വർഷമായി. ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല, കാരണം ഇപ്പൊ കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് ചോദിക്കുമ്പോഴാണ് അങ്ങനെ ഒരു എത്ര കൗണ്ട് എന്നുള്ളത് നോക്കുന്നത്. ഞാൻ സ്കൂൾ ഡേയ്സ് തൊട്ട് വരുന്നതാണ്. ഇത്രയും വർഷമുണ്ട്. ഇത്രയും വർഷത്തെ മാറ്റം എങ്ങനെ ചേച്ചി കാണും? തിരക്ക് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഓരോ വർഷം. എനിക്ക് നിങ്ങൾക്കും അറിയാമല്ലോ, കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം വരുമ്പോൾ ഉള്ള, അതും ഒരുപാട് ദൂരത്തു നിന്നുള്ളവർ വരുന്നത് ഞാനും ചാനലിലൊക്കെ കാണാറുണ്ട്. ന്യൂസിൽ കാണുമ്പോൾ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്നവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ 2 ദിവസമായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഓരോ വർഷവും അമ്മയ്ക്ക് പായസമുണ്ട്, വെള്ളച്ചോറ്, പയർ. സാധാരണ സ്ഥിരം തന്നെയാണോ? ഇല്ല, ചിലപ്പോൾ തെരളി എല്ലാം ഉണ്ട്. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുമ്പോൾ അതൊക്കെ ഫിക്സ് ചെയ്യും. ഈ വർഷവും ഇപ്പം എന്തെങ്കിലും പ്രത്യേകമായിട്ടാണോ എങ്ങനെ, അതോ സാധാരണ പോലെ തന്നെ ആറ്റുകാരമ്മേക്കാണല്ലേ? അങ്ങനെ ഈ വർഷത്തെ കുറച്ചും കൂടി ഒരു സ്പെഷ്യൽ തുടരും റിലീസുണ്ട് ഉടനെ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട് അമ്മയോട്. നന്നായിട്ട് വരും എന്നുള്ള പ്രതീക്ഷ. എങ്ങനെ കാണുന്നു ആ ഒരു ചിത്രത്തെ? എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കങ്ങ് തിയേറ്ററിൽ കണ്ടോളാൻ വയ്യാതിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ലാലേട്ടൻ, ശോഭന ചേച്ചി കോമ്പോ ഒക്കെ കുറേ നാളും കൂടി കാണുമല്ലോ. അപ്പം ഞാനും പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും തിയേറ്ററിൽ വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഉടനെ വരും. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഏതായാലും ഇനിയിപ്പം ഇവിടെ എല്ലാവരും ചോദിക്കുന്നതാണ് വരുമ്പോൾ തൊട്ട് എപ്പോഴാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് മണിക്കൂറില്ല പൊങ്കാല വിശേഷമൊന്നുമില്ല. പൊങ്കാലയ്ക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അല്ല, രണ്ടാമത്തെ വട്ടം. ആഗ്രഹം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിൽ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് മറുപടി, അതായത് ആഗ്രഹം സാധിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അതമ്മ കേട്ടു എന്നുള്ളതിന് എനിക്ക് വിശ്വാസമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ അമ്മയുടെ കൂടെ എല്ലാ കൊല്ലം ഇടണമെന്നാണ് ആഗ്രഹം. എന്തോ പുതിയ സിനിമകളൊന്നും ഇപ്പം ചെയ്യുന്നില്ല. ഇപ്പം അതല്ലല്ലോ വിഷയം. സീരിയല് തന്നെ ചെയ്യുന്നത് ഇപ്പോൾ. പൊങ്കാല വിശേഷം എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്. കഴിഞ്ഞ വർഷം മഞ്ജു ഇട്ടപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ. പക്ഷെ എനിക്ക് കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. ഈ വർഷം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ വന്ന് പൊങ്കാല ഇട്ട് വളരെ സന്തോഷമുണ്ട്. ചെറിയ ഇതിലൊക്കെ ഉണ്ട്. അങ്ങനെ ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പൊങ്കാല വിശേഷം കഴിഞ്ഞ വർഷം നമ്മുടെ പൂനെയിൽ ആറ്റുകാലിൽ ഭദ്രദീപം ഞാനായിരുന്നു തെളിയിച്ചത്. ആ പ്രാവശ്യം ഇവിടെ വരാൻ പറ്റിയില്ല. മഞ്ജു ചേച്ചി ഒറ്റയ്ക്കാണ് പൊങ്കാല ഇട്ടത്. അപ്പോൾ അന്ന് തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു ഈ വർഷം എന്തായാലും പൊങ്കാല ഇടണമെന്ന്. അതുകൊണ്ട് തലേ ദിവസമൊക്കെ വന്ന് ഇപ്പം ദേ പൊങ്കാലയൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷത്തിൽ. പായസം മാത്രമേ ഉള്ളൂ, ആദ്യമായിട്ടല്ലേ. അപ്പം എല്ലാം നമുക്ക് ആഗ്രഹങ്ങളല്ലേ, എപ്പോഴും നമുക്ക് ആഗ്രഹങ്ങളല്ലേ ഉള്ളൂ. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്.
പുതിയത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ തന്നെ അലിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം സത്യൻ സാറിൻ്റെ സത്യനന്ദിക്കാരൻ്റെ ഒരു പടം ചെയ്തു, അതൊക്കെ തന്നെ വിശേഷം. ഞാൻ ആദ്യമായിട്ടല്ല, ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ്. ഞാൻ കുറേ വർഷങ്ങൾ ഇവിടെ അല്ലായിരുന്നു, ഹരിപ്പാട്ടായിരുന്നു എൻ്റെ വീട്. ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം ഞാൻ എല്ലാ വർഷവും ഇടും. അങ്ങനെ 4ാം വർഷമായി. ആഗ്രഹങ്ങൾ അങ്ങനെയല്ല, പ്രത്യേകിച്ചില്ല. എല്ലാം നല്ല നന്മയ്ക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. ആഗ്രഹങ്ങളെല്ലാം സാധിക്കണമെന്നില്ലല്ലോ, എങ്കിലും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അത്ര തന്നെ. എല്ലാം നടക്കട്ടെ. പുതിയ വിശേഷങ്ങളൊന്നുമില്ല. 1-2 സീരിയൽ ചെയ്യുന്നുണ്ട്. പ്രേമപൂജ, വീട്രാക്സ്, പിന്നെ അലിയൻസ് ഉണ്ട്, അമ്മേ ദേവി, അങ്ങനെ 2-3 വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും അങ്ങനെയൊന്നുമില്ല, ഒരു മാറ്റമില്ല അല്ലേ ചേച്ചി? അതുപോലെ തന്നെയാണ്. നമുക്ക് ഒരു ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ് അതൊക്കെ. ഒരുപാട് ആഗ്രഹിച്ചതാണ് അല്ലേ ചേച്ചി? ഇവർക്കൊക്കെ അറിയാം, ഭയങ്കര സന്തോഷമാണ്. എന്നെക്കാളുപരി ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പറ അങ്ങോട്ട്, എന്തിനാ നാണിക്കുന്നേ? ഭയങ്കര ഷീ ഡിസേർവ്സ് ഇറ്റ്. ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ആള് ഇത്ര വരെ എത്തിയത്. അതെ, ഇതിൽ നിന്ന് വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. ചേച്ചി അങ്ങനെ അറിയുന്ന പ്രായം മുതൽ ഇടാൻ തുടങ്ങിയത്. അച്ഛനും അമ്മയുടെ കൂടെ പോയി ഇടാൻ തുടങ്ങിയത്. അപ്പം തന്നെ ഇടാൻ പഠിച്ചു. അങ്ങനെ ഇല്ലില്ല, ഒന്നും ആയിട്ടില്ല. നല്ല നോക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കല്യാണോ? ഇത് തന്നെ എല്ലാരും ചോദിക്കാനുള്ളത്. കല്യാണത്തിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അനാവശ്യ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്ടല്ല, അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ആഗ്രഹമുണ്ട്, ഒരാഗ്രഹമില്ല, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നടക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞോളൂ. ഇപ്രാവശ്യം അങ്ങനെ കല്യാണത്തിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതൊക്കെ ഒരു നിമിത്തമാണ്. നടക്കണമെങ്കിൽ നടക്കട്ടെ, അത്രയേ ഉള്ളൂ അല്ലേ ചേച്ചി? അതിനേക്കാളും വലുതുണ്ട്. ഈ പ്രായത്തിലല്ലേ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. അച്ഛനും അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ കല്യാണം കഴിക്കാം. അതാ സമയമാവുമ്പോ അതൊക്കെ നടക്കും. പിന്നെ അതിനുള്ള നല്ലൊരു പയ്യനെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ഒരാളെ ചിരിക്കുന്നു, അതായത് മനസ്സിലായി ഇനിയാ അവിടെ. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ബിനീഷ് ബാസ്റ്റി, അതിന് ഓൾറെഡി ഉണ്ട് കേട്ടാ. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. സന്തോഷി പോട്ടെ അല്ലേ ചേച്ചി? നമ്മൾ എന്തിനാ കല്യാണം കഴിഞ്ഞാലും സന്തോഷ അല്ലോ. ഇട്ടതാ പൊങ്കാലയ്ക്ക്? ഇല്ല, അമ്മ ഇപ്രാവശ്യം വന്നില്ല. അമ്മയ്ക്ക് പൊങ്കാല ഇട്ടുകൂടാ. അമ്മയുടെ അച്ഛൻ മരിച്ചത് കൊണ്ട് 1 വർഷം ആയില്ല. അതുകൊണ്ട് ഞാൻ പൊങ്കാല മാത്രമേ ഇട്ടുള്ളൂ. വെറും വെള്ളച്ചോറ് ഞാൻ മാത്രം. ചേച്ചിയൊക്കെ കുറെ ഇട്ടു. ഇനി അതിന് കൈയിട്ട് വരണം. തരില്ലേ? ഓക്കെ ബൈ. അല്ല, 10-15 വർഷമായിട്ട് ഇടുന്നു. ചെറുപ്പം മുതലേ ഇടുന്നുണ്ട്. നല്ല വിശേഷം. നാളെ എൻ്റെ സിനിമ റിലീസാവുകയാണ്. ആരണ്യം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ സിനിമ. നമ്മുടെ MG സോമൻ സാറിൻ്റെ മകൻ സജി സോമൻ ആദ്യമായിട്ട് നായകനാകുന്ന പടമാണ്. SP ഉണ്ണികൃഷ്ണൻ സാറാണ് സംവിധാനം. ലെനിൻ സിനിമാസിൽ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്കുള്ള ഒരു ഷോ ഉണ്ട്. ചെറിയൊരു പടമാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആറ്റുകാലമ്മയോട് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വരുന്നത്. ഒരുപാട് സന്തോഷം അമ്മയുടെ മുമ്പിൽ വരാനും ഇങ്ങനൊരു നമ്മുടെ മനസ്സിലുള്ള സന്തോഷവും സങ്കടവും ഒക്കെ അമ്മയുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് ചേരുന്ന ഒരു വലിയ ഉത്സവമാണ്. അത് എല്ലാ വർഷവും പോലെ ഇത്തവണയും കെങ്കേമമായിട്ട് നടക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അതിൽ പങ്കാളിയാവാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. ഞാനെപ്പോഴും വ്യക്തിഗത ആഗ്രഹങ്ങൾക്കപ്പുറം എൻ്റെ രാജ്യം, എൻ്റെ ലോകം, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ എല്ലാവർക്കും നന്മ ഉണ്ടാകണം. ലോക സമസ്ത സുഖിനോ ഭവന്തു, അങ്ങനെ ആ ഒരു മന്ത്രമാണ് എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും, ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും, എവിടെ നമ്മൾ പ്രാർത്ഥിച്ചാലും ഇപ്പോൾ പൊങ്കാലയാലും എല്ലാം അർപ്പിക്കുന്നത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഒരു പേഴ്സണൽ ആഗ്രഹം അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും, എൻ്റെ കുടുംബത്തിനും ഒപ്പം എല്ലാവർക്കും, നമ്മളുടെ എല്ലാ ചരാചരങ്ങൾക്കും സൗഖ്യമായി. അപ്പം ആറ്റിയാൽ പൊങ്കാലയ്ക്ക് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ എത്രാമത്തെ വർഷത്തെ പൊങ്കാലയാണ്? ഇതെനിക്കൊന്ന് 10 അല്ലെങ്കിൽ 11 ആയിരിക്കണം. 10 or 11 ആയിരിക്കണം. ഇപ്പം ഫാമിലിയോട് വന്നിരിക്കുന്നത്? അല്ല, ഞാനും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും കൂടെ വന്നിരിക്കുന്നത് ഇപ്രാവശ്യം.
ഇപ്പം എല്ലാവർക്കും ഓരോ ആഗ്രഹം കാണും പൊങ്കാലയുടെ സമയത്ത്. ചേച്ചിയുടെ ആഗ്രഹം എന്താണ് ഇപ്പോൾ? എനിക്കങ്ങനെ ഞാൻ എല്ലാ വർഷം വന്ന് തൊഴാനുള്ള ഭാഗ്യം തരണേന്ന് പറഞ്ഞിട്ടാണ് വരിക. അതെനിക്ക് ഭാഗ്യം കിട്ടുന്നുണ്ട്, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഭാഗ്യം കിട്ടുന്നുണ്ട്. എല്ലാവരും നന്നായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് വന്ന് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി പൊങ്കാല ഇടുന്നു അതിനു വേണ്ടി പൊങ്കാല ഇടുന്നു അങ്ങനെയുള്ള ഒരു നേർച്ചയായിട്ട് ഞാൻ വരാറില്ല. ഞാൻ വന്ന് വരാൻ പറ്റുന്നു ഇടാൻ പറ്റുന്നു അതിന് വലിയ കാര്യമല്ലേ. അപ്പോൾ ആ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. ചേച്ചിയുടെ ജീവിതത്തിൽ അമ്മ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതെല്ലാ അനുഗ്രഹങ്ങളും അമ്മ കാരണം തന്നെയല്ലേ. അപ്പം മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട് ഇപ്പം എന്ത് അനുഗ്രഹങ്ങൾ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എന്തൊരു നമുക്ക് നല്ലത് എന്തുണ്ടാവുന്നതാണെങ്കിലും അതൊരു നല്ല അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനി അടുത്ത എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ചേച്ചി? അങ്ങനെ നല്ല എന്തെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, ഇത്രയും ചേച്ചി ഇത്രയും ഹൈ പവറായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ട് ചേച്ചി വീണ്ടും വീണ്ടും നമ്മളെ വിട്ട് മാറിയിരിക്കുകയാണ്. ചേച്ചി തിരിച്ചതോടെ വന്നിടാൻ എല്ലാവരും ചോദിക്കുന്നത്. അതിപ്പോൾ നല്ല വേഷങ്ങൾ കിട്ടിയാലേ എനിക്കും ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഞാനും അമ്മയുടെ വലിയൊരു ഭക്തയാണ്. ഏകദേശം 15 വർഷത്തോളമായിട്ട് ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. ഓരോ വർഷവും കാത്തിരിപ്പാണ് ഇങ്ങോട്ട് എത്താനായിട്ട്. ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്താ പറയുക, അമ്പലത്തിൻ്റെ തൊട്ട് അടുത്താണിത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ശ്രീകോവിലേക്ക് കാണാം. അത്രയും എന്താ പറയുക, ഒരു ഭക്തി നിർഭരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ ഇരുന്ന് പൊങ്കാലിടുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. ഈ വർഷവും അങ്ങനെ ഒരുങ്ങി എല്ലാം റെഡിയായിട്ട് ഇരിക്കുകയാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഈ ഒരു മൊത്തമായും എന്താ പറയുക, മുഴുവനും അമ്മയുടെ ഈ ഒരു രൂപം മനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് പൊങ്കാല പായസം തന്നെയാണ്. എല്ലാ വർഷവും പായസം വയ്ക്കാറ്. 51 കാലത്തിൽ എൻ്റെ അല്ല നേർച്ചയാട്ടോ, അമ്മയുടെ നേർച്ചയാണ്. അപ്പം അമ്മയാണ് ഇപ്രാവശ്യം 51 കാലത്തിൽ പൊങ്കാല ഇടുന്നത്. പുതിയ വിശേഷം എൻ്റെ 2 പ്രോജക്റ്റ് വരുന്നുണ്ട്. ഒന്ന് കൗമുദിയിലും ഒന്ന് മിലേനിയത്തിൻ്റെ കൂടെയും വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് സെൻട്രൽ ക്യാരക്ടറായിട്ടാണ് വരുന്നത്. വിശ്വാസമാണ്. അപ്പം അത് നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം എല്ലാ കൊല്ലവും മുടങ്ങാതെ നമ്മുടെ കുടുംബത്തിൽ പൊങ്കാല ഇടാറുണ്ട്, അമ്മ ഇടാറുണ്ട്. 2 വർഷമായിട്ടാണ് ഇടുന്നത്. ഞാൻ 2 വർഷമായിട്ടാണ് ഇടുന്നത്. ഇത് 2ാമത്തെ വർഷം. സ്ഥിരമായിട്ട് അമ്മൂൻ്റെ കൂടെ തന്നെ 2 വർഷം അമ്മൂൻ്റെ കൂടെ തന്നെ ഇടുന്നത്. ഇവിടെ തന്നെ നമ്മുടെ ഗൗരിമന്ദിരത്തിൽ തന്നെ ഇടുന്നത്. കല്യാണമല്ല, എൻഗേജ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച എൻഗേജ്മെൻ്റ് ആയിരുന്നു. അത് ആക്ച്വലി ഒരു റിവേഴ്സിലാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി പ്രാർത്ഥിച്ചത് ഇവളുടെ കാര്യത്തിലായിരുന്നു, പക്ഷെ അതെനിക്ക് റിവേഴ്സ് ചെയ്ത് എൻ്റെ കാര്യത്തിലായിരുന്നു ഇപ്പോൾ തിരിഞ്ഞ് വന്നത്. ഇപ്രാവശ്യം അതുകൊണ്ട് അമ്മൂൻ്റെ കല്യാണം നടക്കും. ഉടനെ ഒന്നുമില്ല. എന്തോ അങ്ങനൊന്നുമില്ല, ഉടനെ ഒന്നും ഇല്ല. നമ്മൾ കുറച്ചുകൂടെ സെറ്റിലാവാനുണ്ട്. അതുകൊണ്ടാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മു. എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. അതെ, ആദ്യത്തെ പൊങ്കാലയാണ്. അപ്പോൾ അതിനു വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പം ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. മനസ്സിലൊരു ആഗ്രഹം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഞാനത് ഇപ്പോൾ പറയത്തില്ല. ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. വിഭവങ്ങൾ ഒരു അരിപ്പായസമാണ് ചെയ്യുന്നത്. അതിപ്പം ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നു. പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പം സ്റ്റിൽ ഭാവന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടല്ല, ഇവരുടെ കൂടെ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പേ അമ്മയുടെ കൂടെ വന്നിട്ടുള്ളത്. എന്തോ പുതിയ വിശേഷങ്ങൾ ഇപ്പോൾ ഭാവന ചെയ്യുന്നു. അല്ലാതെ ഞാൻ മഴയിൽ മനോരമയിൽ പൂക്കാലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിശേഷം തന്നെ പൊങ്കാല തന്നെ അല്ല വിശേഷം എല്ലാവർക്കും. അപ്പം എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാതെ ഇതുവരെ പോകുന്നുണ്ട്. ഞങ്ങോട്ടും നന്നായിട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യ പൊങ്കാലയാണ്. ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെ ഈ ഒരുപാട് നാളത്തെ ആഗ്രഹം നമുക്ക് പോകണിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. പിന്നെ ഒത്തിരി പേര് നിന്ന് പൊങ്കാലിടല്ലേ, എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടാവില്ല. ഇവിടെ പായസം മാത്രമേ അത് അമ്മയോട് പറഞ്ഞ പോലെ ഞാൻ നേരത്തെ അവരോടും ചോദിച്ചു. ആഗ്രഹങ്ങളൊന്നും മീഡിയയുടെ മുന്നിലൊന്നും നമ്മൾ പറയേണ്ടതല്ലല്ലോ. പ്രാർത്ഥന അത് ദൈവത്തിന് മുമ്പിലല്ലേ. നമ്മളെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പറയേണ്ട ദൈവത്തിന് മുമ്പിലാണ്. അത് വേറൊരിടത്ത് പറഞ്ഞാൽ അതിൻ്റെ ഒരു കിട്ടില്ലല്ലോ.
നെഗറ്റീവ് എന്തിനും വരും, അതിനെക്കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. അമ്മയുടെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടാണല്ലോ ഞാൻ പൊങ്കാലയിട്ടെ. അപ്പോൾ അമ്മയുടെ ബ്ലെസ്സിങ് ഉണ്ടായതുകൊണ്ടാണ് പൊങ്കാലയിട്ടെ. പിന്നെ ഞാൻ എന്തിന് വേണ്ടിയിട്ടാണ് നെഗറ്റീവിനെ പേടിക്കേണ്ട ആവശ്യം? അത് നെഗറ്റീവ് പറയുന്നവരോട് ചോദിക്കണം. ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടോ ആരും ജീവിതത്തിൽ പോയി ഇടപെട്ടിട്ടോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം അത് നെഗറ്റീവ് പറയുന്നത് അത് അവരോട് ചോദിക്കണം, എന്നോട് ചോദിച്ചിട്ടുണ്ടാ കാര്യം? അവർ പറഞ്ഞോണ്ടിരിക്കട്ടെ, അപ്പോഴല്ലേ നമ്മൾ വെബ് സീരീസ് എന്തായാലും ഉടനെ ഉണ്ടാവും. വിവാദമായിട്ടുണ്ട്. അതൊക്കെ ഒന്നുമല്ല, ഞാൻ ചെയ്യുന്ന വെബ് സീരീസ് ഇങ്ങനെയാവുന്ന അവർ തന്നെ പറയുന്നതല്ലേ. അത് എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ടല്ലേ വിലയിരുത്തേണ്ടത്, അത്രേ ഉള്ളൂ. അത് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. ഡയറക്ഷൻ അഭിനയിക്കുന്നുണ്ട്. ഒരുക്കങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും പൊങ്കാലടുപ്പ് കത്തിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്രാവശ്യം അമ്മയ്ക്ക് മണ്ടപ്പുറ്റും തെരളിയും ശർക്കര പായസവും ഇടുന്നുണ്ട്. 3 ഐറ്റം ഇടുന്നുണ്ട്. ഞാൻ ഇന്നലെ എത്തിയില്ല, നേരത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ഇന്നലെയൊക്കെ ഷൂട്ടുള്ള ദിവസമായിരുന്നു. ഇന്ന് വെളുപ്പിന് എത്തി. 2000 മുതൽക്ക് തുടർച്ചയായി ഇടുന്നുണ്ട്. കോവിഡ് സമയത്ത് ഒരു വർഷം ഇട്ടില്ല. പുതിയ വിശേഷം സിനിമ ഇപ്പോൾ ഇറങ്ങാനുള്ള മമ്മൂക്കയുടെ കളങ്കാവൽ, പിന്നെ സീരിയൽസ് ഏഷ്യാനെറ്റിലും ഫ്ലവേഴ്സിലും സൂര്യയിലും സീയിലും ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഈ ടി വിയിലെല്ലാം കണ്ടിട്ടേ ഉള്ളൂ പൊങ്കാല ഇടുന്നൊക്കെ. ഞാൻ പാലക്കാടാണ്. അപ്പോൾ നിമിത്തം എന്ന് പറഞ്ഞ പോലെ ഷൂട്ട് ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ചേച്ചി വിളിച്ചു, എന്നാൽ നമുക്ക് പൊങ്കാല ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയുള്ള വർഷം അതുപോലെ ഇടാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹം, പ്രാർത്ഥന. അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, മനസ്സിലൊരു സന്തോഷമാണ്. നമുക്ക് പുതിയ പ്രോജക്റ്റ് ആവുന്നുള്ളൂ. നമ്മുടെ അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂവിയാണ് ഇപ്പം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റിലെ സീരിയലാണ് ഏതോ ജന്മകൽപ്പന.